ഇന്ന് നവംബർ 26 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന ഇനി OTT റിലീസ് ചെയ്യാനിരിക്കുന്ന വിവിധ സിനിമകളുടെ ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ലക്കി ഭാസ്കർ അപ്ഡേറ്റ് ആണ്. ഇന്നലെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്ന ദുൽഖറിന്റെ ലക്കി ഭാസ്കർ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നാളെ അർദ്ധരാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. നവംബർ 28 മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ലക്കി ഭാസ്കർ OTT റിലീസ് ചെയ്യുന്നതാണ്. ലക്കി ഭാസ്കറിനോടൊപ്പം തിയേറ്ററുകളിലെ തെലുഗു ഭാഷയിൽ നിന്നും ക്ലാഷ് റിലീസായിട്ട് ദിവാലി റിലീസായിട്ട് എത്തിയ ഒപ്പം തന്നെ കേരളത്തിൽ ദുൽഖർ വിതരണം ചെയ്ത ഒരു സിനിമയാണ് ലോക. ഈ സിനിമയും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ETV വിൻ എന്ന പ്രാദേശിക തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ നവംബർ 28 OTT റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഡിസംബർ മാസവും സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. തമിഴിൽ നിന്നും ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമയാണ് ദീപാവലി ബോണസ്. ചിത്രം തമിഴ് ഒപ്പം തന്നെ സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ആയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ ഹിന്ദിയിൽ നിന്നും അടുത്തയാഴ്ച ഒരു ഡയറക്റ്റ് OTT സിനിമ OTT റിലീസ് ചെയ്യുന്നു. അത് അഗ്നി എന്ന സിനിമയാണ്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഡിസംബർ 6 OTT റിലീസ് ചെയ്യുന്നതാണ്. ബുൽബുലായ 3 എന്ന സിനിമ ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയാണല്ലോ. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 400 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസംബറിലെ അവസാന വാരം OTT റിലീസ് ചെയ്യുന്നതാണ്. തമിഴിൽ നിന്നും 2 ദിവാലി ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നല്ലോ. അതിൽ ഒരു സിനിമയായ ജയം രവി ചിത്രം ബ്രദർ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബറിലെ 2ാമത്തെ ആഴ്ച സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് തെലുഗു ഭാഷകളിൽ OTT റിലീസായിട്ട് സിനിമ ലഭ്യമാകും. മറ്റൊരു തമിഴ് ദിവാലി ചിത്രം കവിൻ നായകനെത്തിയ ബ്ലഡി ബഗർ എന്ന സിനിമയുടേതാണ്. നെൽസൺ നിർമ്മിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ കോമഡി എന്റർടൈനർ സിനിമ ആമസോൺ പ്രൈമാണ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ആഴ്ച നവംബർ അവസാന വാരം അതല്ലെങ്കിൽ ഡിസംബറിലെ ആദ്യ ആഴ്ച സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ നല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വലിയ റെക്കോർഡ് വൻ പരാജയമായി മാറിയ സിനിമയാണല്ലോ സൂര്യ നായകനെത്തിയ കങ്കുവ. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഹിന്ദി ഒഴികെയുള്ള ഭാഷകളിൽ ക്രിസ്മസ് പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബറിലെ ആദ്യ 2 ആഴ്ചകളിൽ സിനിമ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഒഴികെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് അടുത്ത വർഷത്തോടെ മാത്രമേ പ്രൈമിൽ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകാനായിട്ടിരിക്കുന്ന കങ്കുവ ഒഫീഷ്യൽ OTT പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം.